Good morning, students. Welcome to today's class. Today we are discussing about sensitivity degradation. Okay, അപ്പോൾ റിസീവർ സെൻസിറ്റിവിറ്റി അതായത് റിസീവറിൽ വരുന്ന നമ്മൾ ഔട്ട്പുട്ടിനെ റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു സിഗ്നൽ ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഡീഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് സെൻസിറ്റീവ് ഡീഗ്രഡേഷൻ കോസ് ആക്കുന്നത്? സെൻസിറ്റീവ് ഓഫ് പ്രാക്ടിക്കൽ സിസ്റ്റം മേ ഡീഗ്രേഡ് ഡ്യൂ ടു ഫേസ് നോയ്സ്, ഇൻറ്റൻസിറ്റി നോയ്സ്, പോളറൈസേഷൻ മിസ്മാച്ച് ആൻഡ് ഫൈബർ ഡിസ്പെർഷൻ. ഈ മെയിനായിട്ട് ഈ 4 കാരണം കൊണ്ടാണ് സെൻസിറ്റിവിറ്റി ഡീഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ റിസീവർ സെൻസിറ്റിവിറ്റി ഡീഗ്രഡേഷൻ്റെ മെയിൻ കോസ് വരുമ്പോൾ ഫേസ് നോയ്സിൽ വരുന്ന വേരിയേഷൻ, അതായത് ഫേസിൽ വരുന്ന വേരിയേഷൻ കൊണ്ട് ഫേസ് നോയ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി വേരിയേഷൻ കൊണ്ട് ഇൻറ്റൻസിറ്റി നോയ്സ് ആൻഡ് ആൾസോ പോളറൈസേഷൻ മിസ്മാച്ച് ആൻഡ് ആൾസോ ഫൈബർ ഡിസ്പെർഷൻ. സോ ഈ 4 നോയ്സും അല്ലെങ്കിൽ റിസീവർ സെൻസിറ്റിവിറ്റിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഈ 4 കാര്യങ്ങൾ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, ഓക്കെ, എന്നൊക്കെയാണ് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫേസ് നോയ്സ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഫേസ് നോയ്സ്? ഫേസ് നോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസീവറിൽ എത്തുമ്പോൾ ഫേസ് ഡിഫറൻസ് വരും. ഓക്കെ, സോ ഫേസ് ഡിഫറൻസ് വരുമ്പോൾ അവിടെ വരുന്ന നോയ്സ് ആണ് ഫേസ് നോയ്സ്. അതായത് നമ്മൾ കിട്ടുന്ന സിഗ്നലിൻ്റെ ഫേസിൽ വരുന്ന ഡിഫറൻസ്, ദാറ്റ് ഈസ് കാൾഡ് ഫേസ് നോയ്സ്. ഈ ഫേസ് നോയ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ. ഓക്കെ, ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് നോയ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ഫേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഡിഫറെൻറ്റ് ഫേസസിൽ നമ്മൾ എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫേസ് ഇൻഡിപെൻഡൻ്റ് ആവുന്ന രീതിയിൽ പ്രോസസ് ചെയ്താൽ നമുക്ക് ഫേസ് നോയ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഫേസ് ഇൻഡിപെൻഡൻ്റ് ആക്കുക, ആ ഒരു സിഗ്നലിനെ ഫേസ് ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻ അപ്രോച്ച് ടു സോൾവ് ഫേസ് നോയ്സ് പ്രോബ്ലം ഈസ് ഡിസൈനിങ് സ്പെഷ്യൽ റിസീവർ നോൺ ആസ് ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ. ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫേസ് നോയ്സ് റിമൂവ് ചെയ്യുക. സോ ഫേസ് ഡൈവേഴ്സിറ്റി ഓഫ് ഫേസസ് വരും. സോ കമ്മിങ് ഇൻപുട്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഫേസസ് കിട്ടും. ആ ഡിഫറെൻറ്റ് ഫേസസ് നമ്മൾ പിന്നെ പ്രോസസ് ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, ആ ഫേസ്, അതായത് കമ്മിങ് ഫേസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, such receivers use 2 or more photodetectors whose outputs are combined to produce a signal that is independent of the phase difference phi IF, which is equal to phi S minus phi L0. Okay, അപ്പോൾ നമുക്ക് ദിസ് ഇസ് ദ ഫിഗർ. ഓക്കെ, സോ ഒപ്റ്റിക്കൽ സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്യും. അതുപോലെ തന്നെ കൊഹറൻറ്റ് റിസീവർ ആയതുകൊണ്ട്, കൊഹറൻറ്റ് ഡിറ്റക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ലോക്കൽ ഓസിലേറ്റർ കമ്പൈൻ ചെയ്യും. റൈറ്റ്, സോ ഈ ഒപ്റ്റിക്കൽ സിഗ്നലിന് വരുന്ന നമ്മുടെ ഇൻപുട്ടും ഈ ലോക്കൽ ഓസിലേറ്റർ, അതായത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ വീക്ക് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോക്കൽ ഓസിലേറ്റർ വിച്ച് ഹാസ് എ സ്ട്രോങ് സിഗ്നൽ ഔട്ട്പുട്ട്, ഇത് രണ്ട് കമ്പൈൻ ചെയ്യും ബൈ യൂസിങ് ആൻ ഒപ്റ്റിക്കൽ ഹൈബ്രിഡ്. ഈ ഒപ്റ്റിക്കൽ ഹൈബ്രിഡ് വെച്ച് യൂസ് ചെയ്തിട്ട് ഇതിനെ ഒരു ഡിഫറെൻറ്റ് പോർട്ടിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ വരുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ റിസീവറിന് വരുന്നതും ദാറ്റ് ഈസ് ഫൈ എസ് ആൻഡ് ലോക്കൽ ഓസിലേറ്റർ വരുന്നത് ദാറ്റ് ഈസ് ഫൈ എൽ എസ്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഫേസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഫേസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ഫേസ് ഷിഫ്റ്റുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഡിഫറൻസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഫേസ് ഫൈ ഐ എഫ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സിഗ്നൽ. ഓക്കെ, സിഗ്നൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫേസ് നോയ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ദിസ് ടെക്നിക്സ് വർക്ക് ക്വൈറ്റ് വെൽ ഫോർ ASK, FSK ആൻഡ് DPSK ഫോർമാറ്റ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് ഡിഫറൻഷ്യൽ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിലാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് സ്കീമാറ്റിക്കലി എ മൾട്ടിപോർട്ട് ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ. ഓക്കെ, അത് മൾട്ടിപോർട്ട് ആകുമ്പോൾ ഡിഫറെൻറ്റ് പോർട്ടുള്ള ഫേസ് ഡൈവേഴ്സിറ്റി റിസീവേഴ്സാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഫേസ് നോയ്സ് ഒഴിവാക്കാൻ ഫേസ് ഡൈവേഴ്സിറ്റി റിസീവേഴ്സ് യൂസ് ചെയ്താൽ മതി. ഫേസ് ഡൈവേഴ്സിറ്റി റിസീവേഴ്സ് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഫേസസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിൻ്റെ ടോട്ടൽ നമ്മൾ ആവറേജ് സബ്സ്ട്രാക്ട് ചെയ്ത് ടോട്ടൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എടുക്കുമ്പോൾ അത് എന്തായിരിക്കും, സിഗ്നലിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേസ് ആ സിഗ്നൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ഫേസ് നോയ്സ് നമുക്ക് റിമൂവ് ചെയ്യാം. സോ ആൻ ഒപ്റ്റിക്കൽ കോമ്പണന്റ് നോൺ ആസ് ഒപ്റ്റിക്കൽ ഹൈബ്രിഡ് combines the signal local oscillator input and provides it output through several ports with appropriate phase shift introduced into different branches. Okay, ഈ ഒപ്റ്റിക്കൽ സിഗ്നലും ലോക്കൽ ഓസിലേറ്ററും മിക്സ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിക്കൽ ഹൈബ്രിഡ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒപ്റ്റിക്കൽ ഹൈബ്രിഡ് ഈ രണ്ട് സിഗ്നലിനെ മിക്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നോർമലി ഒരു സിംഗിൾ ഔട്ട്പുട്ടാണ് കിട്ടുക. പക്ഷേ ഇവിടെ നമ്മുടെ ഫേസ്
ഡൈവേഴ്സിറ്റി റിസീവറിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫേസ് ഷിഫ്റ്റ് ഉള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്, റൈറ്റ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഡിഫറെൻറ്റ് ഫേസ് ഷിഫ്റ്റ് ഉള്ള ഔട്ട്പുട്ട് കിട്ടും. അത് എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് കണക്ട് ചെയ്യും. ഓരോ ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആവശ്യമുണ്ട്. ഓക്കെ. The output from each port is processed electronically and combined to provide a current that is independent of IIF. ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, അതായത് ഫോട്ടോ ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, ഇപ്പോൾ നമ്മൾ സിഗ്നൽ ഫോട്ടോ ഡിറ്റക്ടറിലോട് കൊടുത്തു, ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പറയുമ്പോൾ കറണ്ട് ആയിരിക്കും. ഈ കറണ്ട് നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി 5IF, അതായത് ഫേസ് ഷിഫ്റ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, റൈറ്റ്. സോ ഫേസ് നോയ്സ് എന്താവില്ല, ഇവിടെ എഫക്റ്റ് ചെയ്യില്ല. In the case of two-port homodyne receiver, the two output branches have a relative phase shift of 90 degrees so that the current in the two branches vary as IP cos phi IF and IP sin phi IF. When the two currents are squared and added, the signal component independent of IIF. Okay, right. അപ്പോൾ ഇനി നമുക്കൊരു ഹോമോഡൈൻ റിസീവറിലാണെന്ന് വിചാരിച്ചു. ആൻഡ് ആൾസോ 2 പോർട്ടാണ് ഉള്ളത്, 2 പോർട്ടേ ഉള്ളൂ. സോ 2 പോർട്ടിൽ ഒരു പോർട്ട്, ഈ പോർട്ട് തമ്മിൽ 90 ഡിഗ്രിയാണ് ഫേസ് ഷിഫ്റ്റ് വരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 5 ആണെങ്കിൽ ഇവിടെ 5 + 5/2 എന്നുള്ള രീതിയിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റിസീവറിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ. സോ അതായത് കറണ്ട് ഇൻ 2 ബ്രാഞ്ചസ്. അപ്പോൾ ഈ 2 ബ്രാഞ്ചസ് വരുന്ന കറണ്ട് ആവും. ഫസ്റ്റ് ബ്രാഞ്ചിൽ IP cos phi, അപ്പോൾ ഇവിടെ വരുന്ന ഫേസ് ഷിഫ്റ്റ് 5IF. ഓക്കെ, റൈറ്റ്. സോ IP cos phi-F ഉം IP sin phi-F ഉം. അപ്പോൾ ഈ ഒരു കറണ്ട് ഇത് പുറത്ത് വന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. സോ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കറണ്ട് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് 5IF ആവും. കാരണം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ cos phi sin 5IF cos 5IF എന്നുള്ള 1 ആവും. സോ ഈ ഒരു കറണ്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ഫേസ് ആവും. സോ ഫേസ് നോയ്സ് നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് 3-port റിസീവർ ആണ്. സോ ഔട്ട്പുട്ടിൽ 3 പോർട്ട്സ് ഉണ്ടെങ്കിൽ ദീസ് ബ്രാഞ്ചസ് ഹാവ് റിലേറ്റീവ് ഫേസ്. അപ്പോൾ ഈ 3 പോർട്ടിൽ വരുന്ന ബ്രാഞ്ചസിന്റെ ഫേസ് ഷിഫ്റ്റ് പറയുമ്പോൾ 0, 120 ആൻഡ് 240 ഡിഗ്രിയിലാണ് ഇവരുടെ ഫേസ് ഷിഫ്റ്റ് വരുന്നത്. 3 ഔട്ട്പുട്ട് ആണെങ്കിൽ. ഓക്കെ. 3 പോർട്ട് റിസീവേഴ്സ് ആണെങ്കിൽ, അതായത് ഇവിടുന്ന് വരുന്ന പോർട്ടുകൾ 3 ഔട്ട്പുട്ടാണ് വരുന്നതെങ്കിൽ ഈ 0, 120, 240 ഫേസ് ഷിഫ്റ്റ് ആണ് വരുന്നത്. അഗെയിൻ ഈ ഒരു കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ വീണ്ടും ഈ ഒരു നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് ഔട്ട്പുട്ട് കറണ്ട് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഫേസ് ഷിഫ്റ്റ്, ദാറ്റ് ഇസ് 5IF, റൈറ്റ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫേസ് നോയ്സ് റിമൂവ് ചെയ്യുന്നത്, അതായത് ഫേസ് ഡൈവേഴ്സിറ്റി റിസീവർ യൂസ് ചെയ്തിട്ട്, റൈറ്റ്. സോ ഇവിടെ വരുന്ന കറണ്ട്, എന്ത് കറണ്ട് ആണെങ്കിലും അത് ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഫേസ് ടേം റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫേസ് നോയ്സ്, ആ ഫേസിൽ വരുന്ന നോയ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം, റൈറ്റ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നോയ്സ് ആണ് സെൻസിറ്റിവിറ്റി ഡിഗ്രേഡ് ചെയ്യാനുള്ള സെക്കൻഡ് സോഴ്സ് ആണ്, ദാറ്റ് ഈസ് ഇന്റൻസിറ്റി നോയ്സ്, റൈറ്റ്. ഇന്റൻസിറ്റിയിൽ വരുന്ന നോയ്സ്, അതായത് സിഗ്നലിൽ നിന്ന് നമുക്ക് വരുന്ന ഔട്ട്പുട്ട്, അതുപോലെ ഫൈബറിന്റെ ഔട്ട്പുട്ട്, അതായത് സിഗ്നലും അതുപോലെ തന്നെ ലോക്കൽ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഈ സിഗ്നൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വരും, ഇന്റൻസിറ്റി നോയ്സ് വരും. അതുകൊണ്ട് വരുന്ന അത് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. എ സൊല്യൂഷൻ ടു ദ ഇന്റൻസിറ്റി നോയ്സ് പ്രോബ്ലം ഇസ് ഓഫർഡ് ബൈ ദ ബാലൻസ്ഡ് കൊഹറന്റ് റിസീവർ മെയ്ഡ് വിത്ത് 2 ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. ബാലൻസ്ഡ് കൊഹറന്റ് റിസീവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റൻസിറ്റിയിൽ വരുന്ന നോയ്സ്, ഓക്കെ, അത് ഒരു ഡോമിനന്റ് നോയ്സ് തന്നെ ആയിരിക്കും ഇന്റൻസിറ്റിയിൽ വരുന്ന നോയ്സ്. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരുന്നാൽ ആ ഇന്റൻസിറ്റി വരുന്ന നോയ്സ് ലോക്കൽ ഓസിലേറ്ററിൽ വരുന്ന സിഗ്നൽ, എന്തായാലും നോയ്സ് ഇല്ല, അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിലും കൂടി വരുന്ന ഔട്ട്പുട്ട് വരുന്ന സിഗ്നലിലും നമുക്ക് എന്ത് ചെയ്യും, നോയ്സ് വരും. അതിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നോയ്സ് അതിൻ്റെ കൂടെ തന്നെ കൂടും. സോ നമുക്ക് ആ ഒരു വരുന്ന നോയ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാലൻസ്ഡ് കൊഹറന്റ് റിസീവർ യൂസ് ചെയ്യാം. ഓക്കെ. അവിടെ 2 ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഫിഗർ ഷോസ് ദ റിസീവർ design schematically. A 3 dB fiber coupler mixes the optical signal with the local oscillator and split the combined optical signal into 2 equal parts with a 90 degree relative phase shift. Okay. അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ നമുക്ക് 3 dB കപ്ലർ യൂസ് ചെയ്തിട്ട് വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നൽ, ഈ സിഗ്നലിനകത്താണ് നമുക്ക് എന്തുള്ളത്, ഇന്റൻസിറ്റി നോയ്സ് ഉള്ളത്. ആൻഡ് ആൾസോ ലോക്കൽ ഓസിലേറ്റർ ഒരു 3 dB കപ്ലർ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കപ്ലർ എന്ത് ചെയ്യും, മിക്സിങ് ആൻഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ. മിക്സ് ചെയ്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, 2 ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് കൊടുക്കും. ഇവിടെ വരുന്ന ഫോട്ടോ ഡിറ്റക്ടറിൽ വരുന്ന 2 കറണ്ടുകൾ എന്ത് ചെയ്യും, കറണ്ടുകൾ തമ്മിൽ ഷിഫ്റ്റ് വരും. ഓക്കെ. സോ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് നമ്മൾ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഇവരുടെ ഫേസിൽ വരുന്ന ഡിഫറൻസ്.
phase shift 90 degree. The operation of the balanced receiver can be understood by considering the photocurrents I plus and I minus generated in each branch. Using the transfer function of 3 dB coupler, the currents I plus and I minus given by. Okay. ഇവിടെ ഫോട്ടോ ഡിറ്റക്ടറിന് നമുക്ക് ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾസോ എ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഹിയർ. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഐ പ്ലസ്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഐ മൈനസ് ആയിരിക്കും. സോ ഈ ഐ പ്ലസ് ഐ മൈനസ് ഇവിടെ ഈ ഒരു മിക്സ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ഐ പ്ലസ് എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഒരു ബഫർ യൂസ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. സോ ഇവിടെ വരുന്ന ഐ പ്ലസ് മൈനസ് ഇവിടെ ഇൻവേർട്ടിങ്ങിലാണ് വരുന്നത്, മൈനസ് ഇവിടെ വരുന്ന ഐ മൈനസ്, നമുക്ക് അങ്ങനെയാണ് ഔട്ട്പുട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ വരുന്നത് നോക്കാം. സോ ഐ പ്ലസ് വരുന്ന ഐ പ്ലസിന്റെ ഇക്വേഷൻ 1/2 ആർ പി എസ് പ്ലസ് പി എൽ 0, അതായത് പക്ക ഡി സി ടേം ആയിരിക്കും, കാരണം 1/2 കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ് റെസ്പോൺസിബിലിറ്റി. ദെൻ പി എസ് പ്ലസ് പി എൽ 0 ആകുമ്പോൾ പവർ ഓഫ് സിഗ്നൽ, പവർ ഓഫ് ലോക്കൽ ഓസിലേറ്റർ പ്ലസ് ആർ ഇൻറ്റു റൂട്ട് ഓഫ് പി എസ് പി എൽ 0 കോസ് ഒമേഗ ഐ എഫ് ടി പ്ലസ് 5IF. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ്. ദെൻ ഐ മൈനസും സെയിം വരിക, പക്ഷെ ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. ഓക്കെ, 90 degree phase shift വന്നുകൊണ്ട് വളരെ മൈനസ് വരും. ആൻഡ് ഓൾസോ ഫേസ് ഷിഫ്റ്റ് 5IF is equal to 5S minus 5L0 plus 5/2. അതായത് സിഗ്നലും അതുപോലെ ലോക്കൽ ഓസിലേറ്ററും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് പറയുമ്പോൾ 5/2 ആണ്. സോ 5S minus 5L0 plus 5/2 ആണ്. ദ സബ്സ്ട്രാക്ഷൻ ഓഫ് 2 കറൻസ്. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ബഫറിൽ എന്താ ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വരും, മൈനസ് ഈ ഒരു ടേം. So ഇത് രണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ഷൻ ഓഫ് 2 currents provide the heterodyne signal. The DC term is eliminated completely during the subtraction process when the two branches are balanced in such a way that each branch receive equal signal and local oscillator power. Okay, ഇവിടെ ബ്രാഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ലോക്കൽ ഓസിലേറ്ററും അതുപോലെ ഒപ്റ്റിക്കൽ സിഗ്നലും കൂടി കമ്പൈൻ ചെയ്ത് ഇവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് ഒപ്റ്റിക്കൽ സിഗ്നലും ലോക്കൽ ഓസിലേറ്ററും ഈക്വലി ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നോക്കി മനസ്സിലാവും. എന്നിട്ട് ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഐ പ്ലസ് മൈനസ് ഐ മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു ടേം രണ്ട് മൈനസ് ആയി പോകും. ഇവിടെ മൈനസ് പ്ലസ് ഈ ടേം മൈനസ് മൈനസ് വരും, സോ പ്ലസ്. സോ ഇത് രണ്ടും 2R എന്നുള്ള കേസിൽ വരും. ആൻഡ് ഓൾസോ ഈ ഒരു ടേം എന്ത് ചെയ്യും, ഈ ഡി സി ടേം സബ്സ്ട്രാക്ട് ചെയ്ത് പോകും. സോ ഡി സി ടേമിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇന്റൻസിറ്റി വരുന്നത്. റൈറ്റ്, അപ്പോൾ അത് സബ്സ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റൻസിറ്റി വരുന്ന നോയ്സ് റിമൂവ് ചെയ്യാം. ഓക്കെ, മോർ importantly, the intensity noise associated with the DC terms also eliminated during the subtraction process. Subtraction process നമ്മുടെ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡി സി ടേമിലായിരിക്കും. ആ ഡി സി ടേം റിമൂവ് ചെയ്യുന്നതോട് കൂടി ഇന്റൻസിറ്റി ഇത് വരുന്ന നോയ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. The reason is related to the fact that the same local oscillator provide power to each branch. Okay, as a result, intensity fluctuations in the two branches are perfectly correlated and cancel out during subtraction of the photocurrents I plus I minus. അതായത് സെയിം ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ വരുമ്പോൾ അതിന്റെ സെയിം ലോക്കൽ ഓസിലേറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഡി സി ടേം നമുക്ക് റിമൂവ് ചെയ്യാം. ആൻഡ് ഓൾസോ the noise associated with the intensity as also is removed. Okay, it should be noted that the intensity fluctuation associated with the AC term are not cancelled. ഇനി എ സി ടേമിൽ ഉണ്ടാവുന്ന ഡി സി ടേമിലുള്ള ഇന്റൻസിറ്റി ഫ്ലക്ച്വേഷൻസ് ക്യാൻസൽ ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത്, എ സി ടേമിലുള്ള ഇന്റൻസിറ്റി ഫ്ലക്ച്വേഷൻസ് എന്തായില്ല, ക്യാൻസൽ ചെയ്യുന്നില്ല. ഈവൻ ഇൻ എ ബാലൻസ്ഡ് റിസീവർ. ഓക്കെ, ബാലൻസ്ഡ് റിസീവർ ആണെങ്കിലും എ സി ടേമിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, ഇന്റൻസിറ്റിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻ റിമൂവ് ചെയ്യില്ല, കാരണം ഇവിടെ റൂട്ട് ഓഫ് ആണ് വരുന്നത്. സോ അത്ര ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല, കാരണം പി എസിലാണ് നമുക്ക് ഇന്റൻസിറ്റി ഫ്ലക്ച്വേഷൻസ് കാണുന്നത്. സോ റൂട്ട് ഓഫ് വരുമ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലക്ച്വേഷൻ കുറവായിരിക്കും, ഓർ ഇന്റൻസിറ്റി നോയ്സ് കുറവായിരിക്കും എ സി ടൈമിൽ. ഓക്കെ, ബാലൻസ്ഡ് റിസീവർ ആർ കോമൺലി യൂസ്ഡ് while designing a coherent lightweight system because of the two advantages offered by them. ഓക്കെ, ബാലൻസ്ഡ് റിസീവർ നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യം, കാരണം ഇന്റൻസിറ്റിയിൽ എപ്പോഴും നോയ്സ് വരിക എന്നുള്ളത് കോമൺ ആണ്. സോ ബാലൻസ് റിസീവർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. അതിന് രണ്ട് റീസൺ ആണ്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ ദ ഇന്റൻസിറ്റി നോയ്സ് പ്രോബ്ലം ഇസ് നിയർലി എലിമിനേറ്റ്. ഇന്റൻസിറ്റിയിൽ വരുന്ന നോയ്സ് പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ, all of the signal and local oscillator power is used effectively. ഇവിടെ സിഗ്നലും അതുപോലത്തെ ലോക്കൽ ഓസിലേറ്ററിലുള്ള പവർ എഫക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ കപ്ലർ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് ഈക്വലി ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, ലോക്കൽ ഓസിലേറ്റർ പവർ ആണെങ്കിലും സിഗ്നൽ പവർ ആണെങ്കിലും. സോ ഈ രണ്ട് റീസൺ കൊണ്ട് നമ്മളെപ്പോഴും ഒരു കൊഹറന്റ് ലൈറ്റ് വേവ് സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ഈ ബാലൻസ്ഡ് റിസീവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ സിംഗിൾ പോർട്ട് റിസീവർ റിജക്ട്സ് ഹാഫ് ഓഫ് ദ സിഗ്നൽ പവർ
during mixing process. This power loss is equivalent to a 3 dB power penalty. Okay. സിംഗിൾ പോർട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഹാഫ് ഓഫ് ദ റിസീവറിൽ വരുന്ന ഒരു സിംഗിൾ പോർട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ റിസീവറിൽ വരുന്ന അതാണ് ഇത് പറഞ്ഞത്. ഇവിടെ നമ്മൾ 2 പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് നോർമലില്ലാതെ. ഓക്കെ, സോ ഒരു സിംഗിൾ പോർട്ടാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നലിന്റെ ഹാഫ് പവർ റിഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പവർ ഒരുപാട് റെഡ്യൂസ് ആയി പോകും. പക്ഷെ ഇവിടെ നമ്മൾ 2 പോർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പവർ ലോസ് ഒന്നുമില്ല. ഓക്കെ, so that's all about intensity noise, right? Then third type sensitivity degradation is polarization mismatch. അതായത് നമ്മുടെ സിഗ്നലിൽ വരുന്ന പോളറൈസേഷൻ ചേഞ്ചസ്. ഓക്കെ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? Polarization diversity receiver IQ. Okay, so the most commonly used approach solves the polarization problem by using two-port receiver with the two branches plus orthogonal polarization common. അതായത് നമ്മൾ two-port receiver യൂസ് ചെയ്യുന്നത് പോളറൈസേഷൻ മിസ്മാച്ച് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി two-port receiver യൂസ് ചെയ്യും. ഈ two-port receiverന് വരുന്ന ഔട്ട്പുട്ടിൽ ഓർത്തോഗണൽ ആയിരിക്കും അതിന്റെ പോളറൈസേഷൻ കോമൺ. അതിന്റെ 2 ഔട്ട്പുട്ടും ഔട്ട്പുട്ട് സിഗ്നലും ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. അങ്ങനെയുള്ള റിസീവറിനെ പറഞ്ഞ പേരാണ് പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി റിസീവർ. ആസ് ദെയർ ഓപ്പറേഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പോളറൈസേഷൻ സ്റ്റേറ്റ് ഓഫ് ദ സിഗ്നൽ റിസീവ്ഡ്. സോ റിസീവ് ചെയ്ത സിഗ്നലിന്റെ പോളറൈസേഷൻ സ്റ്റേറ്റിന് അത് ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റിസീവ് ചെയ്ത സിഗ്നൽ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യല്ല. ആ റിസീവ് ചെയ്ത സിഗ്നലിന് നമ്മൾ എന്ത് ചെയ്യും? പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി കൊടുക്കും. അതായത് 2 ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 2 ബ്രാഞ്ചസ് ടു-പോർട്ട് റിസീവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടു-പോർട്ട് റിസീവറിൽ 2 ബ്രാഞ്ചസ് എന്ത് ചെയ്യും? എങ്ങനെ ആയിരിക്കും? ഓർത്തോഗണൽ ടു ഈച്ച് അതർ. അങ്ങനെ ഓർത്തോഗണൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, അതിന്റെ പോളറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റൈറ്റ്. സോ ഫിഗർ ഷോസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി റിസീവർ. പോളറൈസേഷൻ ബീം സ്പ്ലിറ്റർ യൂസ്ഡ് ടു സെപ്പറേറ്റ് orthogonally polarized component which are processed by a separate branches of two-port receiver. ഓക്കെ, ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ ഒപ്റ്റിക്കൽ സിഗ്നലും അതുപോലെ ലോക്കൽ ഓസിലേറ്റർ കപ്ലർ വഴി കപ്പിൾ ചെയ്തു. ഓക്കെ, 3 dB കപ്ലർ വഴി കപ്പിൾ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞ പോലെ സെക്കൻഡ് ബ്രാഞ്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ബാലൻസ്ഡ് റിസീവറിൽ കൊടുക്കും, കാരണം ഇന്റൻസിറ്റി നോയ്സ് റിമൂവ് ചെയ്യാൻ. പിന്നെ ഒരു ബ്രാഞ്ച് എന്തുണ്ട്? പോളറൈസേഷൻ ബീം സ്പ്ലിറ്ററിൽ കൊടുക്കും. ഈ പോളറൈസിംഗ് ബീം സ്പ്ലിറ്റർ ആണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ ബീമിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഓർത്തോഗണൽ ആയിട്ട് 2 ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഫോട്ടോ ഡിറ്റക്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ ഒക്കെ വന്നിട്ട് സ്ക്വയർ ആൻഡ് ആഡ്, ഈ 2 കറണ്ടിനെയും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വരുന്ന പോളറൈസേഷൻ മിസ്മാച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, when the photocurrents generated into 2 branches are squared and added, the electrical signal becomes polarization independent. The power penalty incurred in following this technique depends upon the modulation and the demodulation technique used by the receiver. In the case of synchronous demodulation, the power penalty okay, ഈ power penalty ആകുമ്പോൾ പവർ വരുന്ന ലോസ് ആവുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ ഡിമോഡുലേഷൻ ടെക്നിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ സിങ്ക്രണസ് ഡിമോഡുലേഷനിലാണെങ്കിൽ പവർ പെനാൽറ്റി ആസ് ലാർജ് as 3 dB വരും. ഹവർ പെനാൽറ്റി ഓൺലി 0.4 to 0.6 ഡ്യൂറിങ് അസിക്രോണസ് റിസീവർ. അസിക്രോണസ് റിസീവറിൽ 0.4 to 0.6 dB ആണ് പവർ പെനാൽറ്റി വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പോളറൈസേഷൻ മിസ്മാച്ച് വരുന്നത്. പോളറൈസേഷൻ മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടി പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി റിസീവേഴ്സ് യൂസ് ചെയ്താൽ മതി. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പോർട്ട് ഉണ്ടാവും. ഈ പോർട്ടിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നൽ ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. സോ ഓർത്തോഗണൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് പ്രോസസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പോളറൈസേഷന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഈ സിഗ്നൽ. റൈറ്റ്. ദെൻ ഫോർത്ത് ഡൈവേഴ്സിറ്റി ഡീഗ്രഡേഷൻ ഈസ് ഫൈബർ ഡിസ്പേർഷൻ. ഒബ്വിയസ്ലി ഫൈബറിൽ വരുന്ന ഡിസ്പേർഷൻ ആണ് നെക്സ്റ്റ്. ഓക്കെ, ഡിസ്പേർഷൻ becomes a major limiting factor for system design with standard fibers when transmission distance is increased during optical amplifiers using optical amplifiers. ഓക്കെ, ഈ ഡിസ്പേർഷന് കൂടി വരും. ഫൈബർ ഡിസ്പേർഷൻ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫൈബേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് കൂടുമ്പോഴൊക്കെയാണ് ഫൈബർ ഡിസ്പേർഷൻ കൂടുന്നത്. അതായത് ഫൈബർ കൊടുക്കുന്ന ഡിസ്പേർഷൻ, ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന സിഗ്നലിന് വരുന്ന ഡിസ്പേർഷൻ ആണ് ഫൈബർ ഡിസ്പേർഷൻ. ഓക്കെ, സോ അത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫൈബർ ഡിസ്പേർഷൻ ഉണ്ടാവും. അത് ഓക്കെ, ഡിസ്പേർഷൻ മാനേജ്മെന്റ് വുഡ് സോൾവ് ദിസ് പ്രോബ്ലം. അത് ഡിസ്പേർഷൻ മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇലക്ട്രോണിക് ഇക്വലൈസേഷൻ ക്യാൻ ബി യൂസ് ഫോർ കോമ്പൻസേറ്റഡ് ഡിസ്പേർഷൻ ഇൻ കോഹറന്റ് സിസ്റ്റം. ഓക്കെ, ഇക്വലൈസേഷൻ ചെയ്യാം. കോഹറന്റ് സിസ്റ്റത്തിൽ നമ്മൾക്ക് ഫൈബർ ഡിസ്പേർഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇക്വലൈസേഷൻ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അതായത് ഫൈബറിൽ വരുന്ന ഡിസ്പേർഷൻ, അപ്പോൾ സിഗ്നലിന് വരുന്ന ഓക്കെ, അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഔട്ട്പുട്ടിൽ
ഔട്ട്പുട്ടിൽ തന്നെ ചേഞ്ചസ് വരും. സോ അതൊരു ഈക്വലൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. The basic idea to pass the intermediate frequency signal through a filter whose transfer function is the inverse of the transfer function associated with the fiber. Okay. ഇത് വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ, അതായത് ഈ സിഗ്നലിനെ നമ്മൾ ഒരു ഫിൽറ്ററിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഈ വരുന്ന ഫൈബർ കാരണം ഡീഗ്രേഡ് ചെയ്ത ഈ സിഗ്നലിനെ ഒരു ഫിൽറ്ററിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് ദ ഫൈബറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആക്കിയാൽ ആ ഫൈബറിൽ വരുന്ന ഫൈബർ കൊടുക്കുന്ന ഡീഗ്രഡേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവറിൽ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫിൽറ്റർ വിത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് ദ ഫൈബർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ആൻഡ് ഓൾസോ ഇലക്ട്രോണിക് ഈക്വലൈസേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഫൈബർ ഡീഗ്രഡേഷൻ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി ഡീഗ്രഡേഷൻസ്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ 4 പറഞ്ഞു, അത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു IMDD സിസ്റ്റം തന്നെ IMCD സിസ്റ്റം തമ്മിലുള്ള കമ്പാരിസൺ ആണ്. IMDD സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം, IMCD പറയുമ്പോൾ ഇന്റൻസിറ്റി മോഡുലേഷൻ കൊഹറന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം. കൊഹറന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം അതായത് ട്രാൻസ്മിറ്ററിൽ ഇന്റൻസിറ്റി മോഡുലേറ്റഡ് തന്നെയാണ്, പക്ഷെ അത് റിസീവർ ഇവിടെ ഡയറക്റ്റ് ഡിറ്റക്ഷൻ ആണ് ഇൻ കേസ് IMDD. പക്ഷെ IMCDയിൽ കൊഹറന്റ് ഡിറ്റക്ഷൻ, അതായത് ലോക്കൽ ഓസിലേഷനായിട്ട് ഈ ഒരു വീക്ക് സിഗ്നലിൽ മിക്സ് ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ നോക്കിയാൽ എന്തുകൊണ്ടും ഇറ്റ്സ് മോർ അഡ്വാൻറ്റേജസ്, ദാറ്റ് ഇസ് IMCD സിസ്റ്റം ആണ് കൂടുതൽ അഡ്വാൻറ്റേജസ്. ഇനി ഐ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ സിഗ്നൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഐ ഡയഗ്രാം ലെസ് ഓപ്പൺ ആയിരിക്കും IMDDയിൽ, IMCDയിൽ മോർ ഓപ്പൺ ആയി. ഐ ഡയഗ്രാം ആകുമ്പോൾ നമ്മുടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് പറയുന്നതാണ്. സോ ഐ ഡയഗ്രാമിൽ ഐ കൂടുതൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. സോ മോർ ഓപ്പൺ ദ ഐ ദ ബെറ്റർ ദ ക്വാളിറ്റി ഓഫ് ദ റിസീവർ സിഗ്നൽ. ഓക്കെ, റിസീവ്ഡ് സിഗ്നലിന്റെ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും ഐ ഓപ്പൺ ചെയ്യുന്നേക്കാൾ. ഓക്കെ, സോ സെൻസിറ്റിവിറ്റി പറയുമ്പോൾ ഇവിടെ ലോ സെൻസിറ്റിവിറ്റി ആണ്, ഇവിടെ ഹൈ സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ സ്മോൾ സിഗ്നൽസിനെ വരെ ഇതെന്ത് ചെയ്യും, ഹൈലി ഡിറ്റക്ട് ചെയ്യും. ഗെയിൻ പറയുമ്പോൾ IMDD സിസ്റ്റത്തിൽ low ആണ് as compared to IMCD system. Okay, power penalty is high in IMCD system and also unamplified transmission distance. Okay, amplify ചെയ്യാതെ നമ്മൾ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് IMCDയിൽ ഹൈ ആണ്, പക്ഷെ IMDDയിൽ ലോ ആണ്. നമുക്ക് ആംപ്ലിഫിക്കേഷൻ വേണം ഇവിടെ. സ്പ്ലിറ്റിംഗ് റേഷ്യോ ഹൈ ഇൻ IMCD and splitting ratio is low in IMDD system. Okay, so that's all about this section. Okay, and also today's class. That's all about today's class. Thank you. Have a nice day.